ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ നിങ്ങളെ നിരന്തരമായി ഇഗ്നോർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്രത്യേകമായിട്ടൊരു റീസൺ ഇല്ലാതെ നിങ്ങൾക്ക് ഒട്ടും വാല്യൂ നൽകുന്നില്ല എന്ന് വിചാരിക്കാം. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രശ്നത്തെ നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കുക? അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യഘട്ടം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റ് എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് തിങ്, നിങ്ങൾ അവരുടെ അറ്റൻഷന് വേണ്ടിയിട്ട് ഇങ്ങനെ അവരുടെ പുറകെ ബെഗ് ചെയ്തു പോകുന്ന ഒരു അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അവർ നിങ്ങളെ ഒട്ടും പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ നിരന്തരം നിങ്ങളെ നെഗ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. അതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ പുറകെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ബെഗ് ചെയ്തുകൊണ്ടോ പോയതുകൊണ്ട് അവരൊരിക്കലും നിങ്ങളെ തിരിഞ്ഞു നോക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ റെസ്പെക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വാല്യൂ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനോ പോകുന്നില്ല. അപ്പോൾ ഇവിടെ ആദ്യം ചെയ്യേണ്ട കാര്യം, അങ്ങനെ അവരുടെ അറ്റൻഷന് വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന ഒരു എക്സ്ട്രാ എഫേർട്ട് ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് തീർച്ചയായും സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമായിരിക്കും. പലപ്പോഴും ഇത് ചില ആളുകൾക്ക് പിന്തുടരാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അതായത് ചെറിയ ചെറിയ റിജക്ഷൻ പോലും ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ ഒരു റിജക്ഷൻ വരുമ്പോഴേക്കും വളരെയധികം സങ്കടം വരുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് കുറെ കൂടി ഒരു ടഫ് ചാലഞ്ച് ആയിരിക്കും. എന്നിരുന്നാലും ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഇത് തന്നെയാണ്. അതായത് നിങ്ങളെ ഒട്ടും വാല്യൂ നൽകുന്നില്ലാത്തൊരു വ്യക്തിയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ആ ഒരു അവരുടെ അറ്റൻഷന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു എക്സ്ട്രാ കെയർ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ എഫേർട്ട് അത് സ്റ്റോപ്പ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളൊരു അൺഷേക്കൺ പേഴ്സണാലിറ്റി ആയി മാറണം എന്നുള്ളതാണ്. അതായത് നിങ്ങളോട് ഒരു വാക്ക് പറഞ്ഞാലോ അല്ലെങ്കിൽ അവർ വളരെയധികം ഇന്റൻഷ്യലി നിങ്ങളെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാലൊക്കെ നിങ്ങൾ ഷേക്കിംഗ് പേഴ്സൺ ആയിരിക്കും. നിങ്ങൾക്കൊരു വിഷമം വരും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചാഞ്ചാട്ടം വരുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കുക, അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ വളരെ ഉറച്ച അല്ലെങ്കിൽ വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ പോലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തിയുടെ മുമ്പിൽ അങ്ങനെ തന്നെ പ്രകടമാക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളൊരു വീക്ക് പേഴ്സൺ ആണ് എന്ന് അറിഞ്ഞു കഴിയുമ്പോഴായിരിക്കും പലപ്പോഴും നിങ്ങളുടെ ആ ഒരു കാര്യത്തെ അവർ മുതലെടുക്കുന്നത്, അല്ലെങ്കിൽ അതിനെ വീണ്ടും വീണ്ടും ചൂഷണം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളെ ടച്ച് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളെ ഇഗ്നോർ ചെയ്യാൻ അവരൊന്നും മടിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു അൺഷേക്കൺ പേഴ്സൺ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചേഞ്ച് പോസിബിൾ ആണ് എന്നുള്ള ഒരു കാര്യം, അങ്ങനെയുള്ള ഒരു റിഫ്ലക്ഷൻ നിങ്ങളിൽ നിന്നും അവർക്ക് കൊടുക്കാൻ സാധിക്കണം. അതാണ് രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിപ്പോഴും നിങ്ങളുടെ പ്രവൃത്തിയിലൂടെയാണ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുക. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ സ്ഥിരമായി ഇഗ്നോർ ചെയ്യപ്പെടുകയാണെങ്കിൽ വീണ്ടും വീണ്ടും അവഗണിക്കപ്പെടുന്നതിന് വേണ്ടി നിന്നു കൊടുക്കുന്ന ഒരു പ്രവണത അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് കാര്യം ചെയ്തു കൊടുത്താലും അത് മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിരന്തരം അതിന് കംപ്ലൈന്റ് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും വീണ്ടും അവർക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കുകയോ അല്ലെങ്കിൽ അത് അവരിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുകയോ ചെയ്യരുത്. അതായത് നിങ്ങൾ ഇഗ്നോർ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഓക്കെ എന്നെ അവഗണിച്ചോ എന്ന ആറ്റിറ്റ്യൂഡിൽ അവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. അത് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്താണ് ആവശ്യം, നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഇവിടെ നിങ്ങൾ നിരന്തരം ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കാര്യമായി നിങ്ങളുടെ ലൈഫിൽ മാറിയിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി വിചാരിക്കുക, എന്താണ് റെസ്പോണ്ട് ചെയ്യാത്തത്, അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലേ, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ആയിരിക്കും അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ സെൽഫ് റെസ്പെക്ട് കളഞ്ഞുകൊണ്ടുള്ള വീണ്ടും വീണ്ടും എന്നെ അവഗണിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ അല്ലെങ്കിൽ എന്നെ എന്തും ചെയ്യാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് നിർത്തുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ എപ്പോഴൊക്കെ അവഗണിക്കപ്പെടാൻ നിന്ന് കൊടുക്കുന്നോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് അത് തന്നെയായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ഇഗ്നോർ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാധിച്ചെങ്കിൽ ഉറപ്പായും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ ഇഗ്നോർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അത് വീണ്ടും വീണ്ടും ടോളറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായും അതിനെതിരെ
റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും അവർ ആ ഒരു ബിഹേവിയർ അവരിൽ നിന്ന് തന്നെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ്. ഒരു ജെന്യൂൻ ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ തീർച്ചയായും അത് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കും. ഇനി ഫൈനലി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മൈൻഡിനെ ഒരു സക്സസ്ഫുൾ മൈൻഡ് സെറ്റ് ആക്കി മാറ്റാൻ വേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ നമ്മൾ വളരെയധികം സ്ട്രഗിൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഒരു പോസിറ്റിവിറ്റി കണ്ടെത്തുക എന്നുള്ളത് ഒരു ചാലഞ്ച് തന്നെയാണ്. എന്നിരുന്നാലും ഇവിടെ ഈസി ആയിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് നമ്മുടെ മൈൻഡിനെ പോസിറ്റീവ് ആക്കി അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ മൈൻഡ് സെറ്റ് ആക്കി നിലനിർത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്ത് കാര്യങ്ങളൊക്കെയാണോ ഉള്ളത്, ഒരുപക്ഷെ റിലേഷൻഷിപ്പിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നം നേരിടുന്നുണ്ടായിരിക്കും, എന്നിരുന്നാലും നിങ്ങളുടെ ലൈഫിൽ മറ്റു പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അതായത് നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആവാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ഒരു പരിധിവരെ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നിലനിർത്താൻ നമുക്ക് സഹായകരമാണ്. സോ തീർച്ചയായിട്ടും ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് യു ഹാവ് എന്നുള്ള ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വിചാരിക്കുക. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രാക്ടിക്കലി നമ്മുടെ ലൈഫിൽ ചെറിയ രീതിയിലെങ്കിലും നമുക്കൊന്ന് അപ്ലൈ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ, അത് എസ്പെഷ്യലി നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പാർട്ട്ണർ നമ്മളെ നിരന്തരം ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ ഒരുപക്ഷെ ആ വ്യക്തി അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നതായിരിക്കാം. ഏത് രീതിയിലാണെങ്കിലും, അത് അറിഞ്ഞാണെങ്കിലും അറിയാതെ ആണെങ്കിലും ആ വ്യക്തി നമ്മളെ ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത് പറയാതെ തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കി അതിനനുസരിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഗൈഡൻസ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്